ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സർവമയ എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. സർവമയ നമ്മുടെ നിവിൻ പോളിയുടെ തിരിച്ചു വരവ് തന്നെയാണ് ഈ സിനിമയിൽ കാണാൻ പറ്റുക നിങ്ങൾക്ക്. അതേപോലെ പടത്തിലൊരു ക്യൂട്ട് എലമെൻ്റ് ഉണ്ട്, അതായത് റിയ ഷിബു ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. റിയ ഷിബു 21 വയസ്സുള്ള റിയ ഷിബു തസ്നീം എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ മകളാണ്. ഹൃദു ഹാറൂണിൻ്റെ സഹോദരി. റിയ ഷിബു പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാനറിൽ ഷിബു തസ്നീം എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ചെയ്തത് പുലി, അതേപോലെ ജാക്ക് ഡാനിയൽ, അതേപോലെ വീരാസൂര ധീര പാർട്ട് 2 അങ്ങനെയൊക്കെ ഉള്ള പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഷിബു തസ്നീമാണ്. റിയ ഷിബു ഒരു ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ ഫേമസ് ആയി. അതിനുശേഷം സൂര്യൻ്റെ പ്രൊഡ്യൂസറായി, മീൻസ് അച്ഛൻ്റെ നിലവിൽ വന്ന കുട്ടി. ഈ പടത്തിൽ നമ്മൾ നെപ്പോട്ടിസം സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ നെപ്പോട്ടിസം നല്ലതാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അത് രൺബീർ, റിയ ഷിബു ഈ പടത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. റോള് മനസ്സിലാക്കി ചെയ്തെന്ന് പറയാം. അതേപോലെ നിവിൻ പോളി അവർ രണ്ടാളുമായിട്ടുള്ള സീനൊക്കെ നന്നായിരുന്നു. മിക്ക പടങ്ങളും ഫീൽ ഗുഡ് പടങ്ങളും തുടങ്ങി എവിടെ അവസാനിക്കണമെന്ന് അവർക്കറിയില്ല, പക്ഷേ ഈ പടം നന്നായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ പടത്തിലെ സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആളുകൾക്ക്. അത് നന്നായി ചെയ്തിട്ടുമുണ്ട്. എല്ലാ കണക്ഷൻസും, ഫ്രണ്ടായാലും റിലേഷനായാലും എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് നിവിൻ പോളി കോംബോ ആയാലും അവർ രണ്ടാളും ആ പഴയ ചാം രണ്ടാൾക്കും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ എടുത്ത് പറയേണ്ടത് പ്രീതി മുകുന്ദൻ്റെ സ്ക്രീൻ പ്രസൻസ്, അവർ വരുന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പ്രിയ വേറെ ഒരു ചെറിയ റോളുണ്ട്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2025 നല്ലൊരു അവക്കാഡോ ജ്യൂസ് കുടിച്ച് അവസാനിപ്പിച്ച പോലെ അവസാനിപ്പിക്കാൻ സഹായിച്ച നിവിൻ പോളിക്ക് നന്ദി.